കോവളത്ത് തെരുവുനായ ആക്രമണം. 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 6 പേരെയാണ് തെരുവുനായി ആക്രമിച്ചത്. കോവളത്ത് ബീച്ചിന് സമീപം നാരകത്ത് വിളയിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഈ സ്ഥലത്ത് ഒഴിഞ്ഞുകിടക്കുന്ന 13 ഏക്കറിനകത്താണ് ഈ തെരുവുനായയുടെ വാസം. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. ഈ പറമ്പ് പല പ്രാവശ്യം വൃത്തിയാക്കാൻ പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇതുവഴി കടന്നുപോകുന്ന ആളുകൾ വലിയ കമ്പും കമ്പിയുമായിട്ടാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നായ്ക്കളെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ എത്തി 2 നായയെ പിടികൂടിയിട്ടുണ്ട്. അതിൽ ഒരു നായ്ക്ക് പേവിഷബാധയാണെന്ന സംശയമുണ്ട്. കാശ്മീരി സ്വദേശികളായ ദമ്പതികളുടെ 5 വയസ്സുള്ള കുട്ടിയാണ് തെരുവുനായ ആക്രമിച്ചത്. കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തെരുവ് നായ്ക്കളെ പിടിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ഒരു വേളാന വാക്കത്തായി അപ്പം ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് ഈ ഒരു വേള മൊത്തം കടിച്ചതിൻ്റെ 4 എന്നുള്ള വട്ടവള എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു 10 ഏക്കർ സ്ഥലം, ഒരു 11 ഏക്കറോളം സ്ഥലം ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. പല പ്രാവശ്യം നമ്മൾ അവർക്ക് അപേക്ഷ കൊടുത്തതിനും പിന്നെ കോർപ്പറേഷനിൽ പരാതി കൊടുത്തതിന് അവർ കാട് വെട്ടില്ല. ഈ കാടിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ പട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമ്മുടെ എത്ര ബൈക്കിൽ പോണവരെയും നടന്നു പോണവരെയും എല്ലാം ഇന്നലെ തന്നെ 5 പേരെ കടിച്ചു. ഇന്ന് രാവിലെ ഒരു കുട്ടിയെ കടിച്ചു. അങ്ങനെ 6 പേരെ ഇന്ന് കടികൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കോർപ്പറേഷനിൽ ആളുകൾ വന്ന് ഒരു 2ഓളം പട്ടികളെ പിടിച്ചു. ബാക്കി എല്ലാവരുടെയും ചുറ്റിക്കറങ്ങി നടക്കുന്നു. ഒരു 10-25ഓളം പട്ടികളിവിടെ ഉണ്ട്. റോഡിൽ നിന്ന് ജംഗ്ഷനിലും വീട്ടിലൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോൾ എല്ലാം ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രാവിലെ ഒരു കുട്ടി 5 വയസ്സായ കുട്ടിയാണ്. അത് അച്ഛനുമായിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് വന്നപ്പോഴാണ് കടിച്ചത്. അച്ഛൻ്റെ ആ കുട്ടിയുടെ തുട മുഴുവനും മുറിഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പല പ്രാവശ്യം കാട് വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടെങ്കിൽ ഇതുവരെ ആവശ്യപ്പെട്ടില്ല. ഒരു മണക്കാടുള്ള സ്വകാര്യ വ്യക്തിയുടെ വസ്തുവാണിത്. ഇത് വളരെ കാലം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. 11 ഏക്കറോളം വസ്തുവുണ്ട്. ഓമന, ഷൈജു, സക്കീർ, ഹുസൈൻ, സ്റ്റാൻലി കൂടാതെ നിരവധി പേരെ നായ കടിച്ചുവെന്നാണ് പറയുന്നത്. GTV ന്യൂസ്, വിഴിഞ്ഞം.